എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ വേപ്പില പൊടിയാണ്. ഇതുപോലൊരു പൊടി ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് പലവിധ അസുഖങ്ങളെ ചെറുത്ത് നിൽക്കാനും സാധിക്കും. പ്രഷറും കൊളസ്ട്രോളൊക്കെ മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതുപോലെ ഉണ്ടാക്കി നിത്യവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ ഈ പറഞ്ഞ അസുഖങ്ങളെ മരുന്നില്ലാതെ തന്നെ നമുക്ക് മാറ്റാനും സാധിക്കും. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള വേപ്പില പൊടി നമ്മുടെ വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വേപ്പിലപ്പൊടിയാണ്. വേപ്പിലപ്പൊടി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ കുറച്ചധികം തന്നെ വേപ്പില കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്തിട്ടുള്ള വേപ്പിലയാണ്. അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും കഴുകിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ ഈ ഒരു വേപ്പിലപ്പൊടി തയ്യാറാക്കുമ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന വേപ്പിലയാണെങ്കിൽ നല്ല പോലെ കഴുകിയെടുത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കഴുകിയെടുത്തിട്ടുള്ള വേപ്പില നമുക്കിതിന്റെ ആ ഒരു തണ്ടിൽ നിന്നും ഇല മാത്രം ഒന്ന് വേർപെടുത്തി എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ വേപ്പില ഞാൻ ഇതുപോലെ നെട്ടൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനു മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് ചേരുവകളൊക്കെ കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പൊ നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. വേപ്പിലപ്പൊടി തയ്യാറാക്കാനായിട്ട് ഇതുപോലെ 2 മുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് ചെറിയതായിട്ട് തന്നെ ഒന്ന് തിരുമ്മിയെടുക്കണം. ഒരുപാട് വലിപ്പത്തിൽ തിരുമ്മിയെടുക്കരുത്. വളരെ സമയമെടുത്ത് വേണം ഇതൊന്ന് തിരുമ്മിയെടുക്കാനായിട്ട്. നാളികേരവും ഞാനിവിടെ തിരുമ്മി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 20 വറ്റൽമുളക്, 1 സ്പൂൺ അളവില് കുരുമുളക്, 1 സ്പൂൺ മുഴുവൻ മല്ലി, ഒരു 15 വെളുത്തുള്ളി, ഒരു 10 കൊച്ചുള്ളി, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, 1 ഇഞ്ച് അളവുള്ള ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ വാളൻ പുളിയും ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചേരുവകളൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഇതിനായിട്ട് ഒരു ഉരുളിയാണ് വെച്ചിട്ടുള്ളത്. നമുക്കിതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വറുത്തെടുക്കാനായിട്ട് ഓട്ടുരുളിയോ അല്ലെങ്കിൽ നല്ല ചുവട് കെട്ടിയുള്ള ഏത് പാത്രവും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഉരുളി ഒന്ന് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ 1/4 കപ്പ് അളവില് ഉഴുന്ന പരിപ്പ്, 1/4 കപ്പ് അളവിൽ തന്നെ കടലപ്പരിപ്പ് ചേർക്കാം. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഉഴുന്നും കടലപ്പരിപ്പും ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം ചേർക്കാം. ഇതെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം. നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നാളികേരം ചേർക്കണം. ഇനിയിപ്പോൾ വർഷക്കാലമാണ് വരാൻ പോകുന്നത്. ആ ഒരു സമയത്ത് ഇതുപോലുള്ള പൊടികളൊക്കെ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് നല്ല ആവി പറക്കുന്ന ചൂട് കഞ്ഞിയുടെ ഒപ്പം കുടിക്കാനും നല്ലതാണ് കേട്ടോ. വേപ്പില നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മള് പ്രഷർ ബാധിച്ച ആൾക്കാർക്ക്, കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക് വളരെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. ഈ അസുഖങ്ങളുള്ള ആൾക്കാർ നിത്യവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിതിലേക്ക് ഒരുപാട് എണ്ണയൊന്നും ചേർത്തിട്ടല്ല പൊടി തയ്യാറാക്കി എടുക്കുന്നത്. ഉള്ളിയിലെയും ആ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു വെള്ളമയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ തിരുമ്മിയെടുത്തിട്ടുള്ള നാളികേരം ചേർക്കാം. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളെടുത്തിട്ടുള്ളത് ഉരുളി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിതെല്ലാം ഉരിഞ്ഞു കിട്ടും. അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് നല്ലോണം തന്നെ ഇളക്കി കൊടുക്കണം. നാളികേരത്തിലെ ആ ഒരു വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടെ ചേർക്കാം. ആദ്യമേ തന്നെ കറിവേപ്പില ചേർക്കുവാണെങ്കിൽ അതിന്റെ ആ ഒരു ഫ്ലേവർ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാളികേരത്തിലേക്ക് ആ ഒരു വെള്ളമയം വറ്റി വരുന്ന സമയത്തായിരിക്കണം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എരിവ് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 20 വറ്റൽമുളകും 1 സ്പൂൺ അളവിൽ കുരുമുളകുമാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നാളികേരത്തിലെ ആ ഒരു വെള്ളമയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതുപോലൊരു കഷ്ണക്കട്ട കായമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കായപ്പൊടിയും ചേർക്കാവുന്നതാണ്. പക്ഷേങ്കിൽ കായം ചേർക്കുമ്പോഴാണ് ആ ഒരു പൊടിക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്നതും. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർക്കണം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം കറിവേപ്പില ചേർക്കാനായിട്ട്. കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കാം. നമുക്കിതെല്ലാം നല്ലോണം ഇളക്കി തന്നെ ഒന്ന് മുരിയിച്ചെടുക്കാം. വറുത്തെടുക്കുന്ന ഈ ഒരു ചേരുവകളെല്ലാം പെട്ടെന്നൊന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലോണം മുരിഞ്ഞ് കിട്ടുന്നത് വരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം
വറുത്തെടുക്കാനാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. പിന്നെ നമ്മളിത് ഉണ്ടാക്കിയാൽ പെട്ടെന്നൊന്നും തീരില്ലല്ലോ. അപ്പോൾ കുറേ കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് നിങ്ങളിതിലേക്ക് വെളിച്ചെണ്ണയുടെ അളവ് കുറച്ച് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. നമുക്ക് ആവശ്യമെങ്കിൽ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെന്ന് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു വാളംപുളി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. വാളംപുളിക്ക് കുരുവുള്ളതാണ്. അപ്പോൾ അതൊന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ആ കുരുന്നെടുത്ത് മാറ്റേണ്ടതാണ്. നിങ്ങളിപ്പോൾ കുരുവെല്ലാം കളഞ്ഞിട്ടുള്ള പുളിയാണെങ്കിൽ പിന്നെ നമുക്ക് കുരുവൊന്നും കളഞ്ഞ് എടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് മുരിഞ്ഞ് വരണ വരെ നമുക്ക് നല്ല പോലെ തന്നെ അടിചേർത്ത് ഇളക്കി തന്നെ മുരിച്ചെടുക്കാം. അപ്പം നമ്മുടെ കറിവേപ്പിലയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇതെല്ലാം നല്ല കൈകൊണ്ട് നമ്മൾ ഒന്ന് ഒടിച്ചു നോക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്ന ഒരു പരുവത്തിലേക്ക് ആയി കിട്ടണം. അതുവരെയാണ് നമുക്ക് വറുത്തെടുക്കേണ്ടത്. നമ്മുടെ വേപ്പില ഞാനിപ്പോൾ ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചെറിയ തീയിൽ വെച്ച് ഇതുപോലെ മുരിച്ചെടുക്കുന്നത് കൊണ്ടാണ് താമസം വരുന്നത്. നിങ്ങൾക്ക് ഫുൾ ഫ്ലെയിം ഒക്കെ വെച്ച് ചെയ്തെടുക്കാനാണ് താല്പര്യമെങ്കിൽ നമുക്ക് ഇത്രയും സമയമൊന്നും ആവശ്യമായിട്ട് വരില്ല കേട്ടോ. അതുപോലെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന നാളികേരം നല്ല എണ്ണമയമുള്ളതാണെങ്കിൽ നമുക്കൊരു തുള്ളി പോലും എണ്ണ ചേർക്കാതെ തന്നെ ഇതൊന്ന് വറുത്തെടുക്കാനും സാധിക്കും. നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള നാളികേരത്തിന് നല്ല എണ്ണമയൊക്കെ ഉള്ളത് കൊണ്ട് നല്ല നനവോടുകൂടി തന്നെയാണ് ഇതൊന്ന് മുരിഞ്ഞ് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ വേപ്പില പൊടി വറുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മണിക്കൂർ അടുക്ക ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വേപ്പിലപ്പൊടി ഇതാ ഇതുപോലെ നല്ല പോലെ മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നല്ല കിലുകില സ്വരമാണ് കേട്ടോ. ഇനി ഒരുപാട് നേരം ഒന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല നാളികേരവും നല്ലോണം തന്നെ ഉപ്പായി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടാറി വരുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അരച്ചെടുക്കണം. അതിനു മുമ്പായിട്ട് ഞാനിതിലേക്ക് ചേർത്തിട്ടില്ല വാളം പുളിയുടെ കുരു ഒന്ന് നീക്കം ചെയ്തിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. നമ്മളിതിലേക്ക് ഒരു തുള്ളി പോലും വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല. വെളിച്ചെണ്ണ ചേർക്കാതെയാണ് ഇതുവരെ ഞാനിവിടെ മുരിച്ചെടുത്തിട്ടുള്ളത്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു ചട്ടിയുടെ ചൂടൊന്ന് ആറി വരുന്നത് വരെയും നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ താഴെ ഭാഗം കരിഞ്ഞു പോകും. കുറച്ചു നേരം ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും ചട്ടിയുടെ ചൂടൊന്നും മാറി കിട്ടും. അപ്പം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. കൈകൊണ്ട് വാരി നോക്കുമ്പോൾ നല്ലപോലെ പൊടിഞ്ഞു വന്നിട്ടുള്ള ഒരു പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നമ്മൾ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുള്ള വേപ്പിലപ്പൊടി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ഒരു പാനിലേക്ക് ഇതൊന്ന് മാറ്റാം. പാനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്നും കൂടെ ചൂടാക്കി എടുക്കുക. കാരണം എന്തെങ്കിലും ഒരു നനവുണ്ടെങ്കിൽ ഇത് കേടായി പോകും. അപ്പം അതുകൊണ്ട് ഇതുപോലെ ഒന്ന് പാനിലേക്ക് മാറ്റിയതിന് ശേഷം ആ ഒരു ചട്ടിയുടെ ചൂടിലിട്ട് ഒന്നും കൂടെ ചൂടാക്കി എടുക്കണം. ഒരുപാട് തീയൊന്നും കൂട്ടി വെച്ച് കൊടുത്ത് ചൂടാക്കി എടുക്കരുത്. ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ നമുക്കിതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. അങ്ങനെ രണ്ടാമത്തെ വേപ്പിലപ്പൊടിയും ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ മാറ്റാം. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. പൊടികളിപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടിയുടെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് ഈ ഒരു പൊടി മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയും ഇട്ട കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് വീടുകൾ തയ്യാറാക്കി വെക്കുക. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഒരുപാട് തന്നെ ഗുണകരമായി എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.